ആഗോള ക്രൈസ്തവ മനസാക്ഷിയിൽ ആത്മീയ രോഷം ആളിക്കത്തിച്ച് വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ അൾത്താരയിൽ അവഹേളനപരമായ പ്രകടനങ്ങളുമായി അക്രമി. ബസിലിക്കയുടെ പ്രധാന അൾത്താരയിൽ കയറി അക്രമി 6 മെഴുകുതിരിക്കാലുകൾ തട്ടിമറിച്ചിട്ടതായി ഇറ്റാലിയൻ വാർത്താ ഏജൻസിയായ അൻസ റിപ്പോർട്ട് ചെയ്തു. മെഴുകുതിരിക്കാലുകൾ എറിഞ്ഞതിനുശേഷം അടുത്തിടെ പുനഃസ്ഥാപിച്ച ബെർണിനി ബാൽഡക്കീന് കീഴിൽ സ്ഥിതി ചെയ്യുന്ന വിശുദ്ധ പത്രോസിനെ അടക്കം ചെയ്തിരിക്കുന്നിടത്ത് പണിതുയർത്തിയ അൾത്താരയിൽ കയറി നിന്ന അക്രമി അൾത്താരയിൽ വിരിച്ചിരുന്ന വെള്ളത്തുണി നീക്കം ചെയ്യുന്നതും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ കാണാം. തുടർന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇയാളെ പിടികൂടുകയായിരുന്നു. റൊമേനിയക്കാരനായ അക്രമി മുഖംമൂടി ധരിച്ചായിരുന്നു ആക്രമണം തുറന്നുവിട്ടത്. അൻസയുടെ റിപ്പോർട്ട് പ്രകാരം റൊമേനിയൻ വംശജനായ ഇയാളെ വത്തിക്കാൻ ജൻഡർമേരി അറസ്റ്റ് ചെയ്തു. 2023 ജൂൺ മാസത്തിൽ ഇതിന് സമാനമായി ഒരാൾ നഗ്നനായി പ്രധാന അൾത്താരയിൽ കയറി മദ്ബഹയെ അവഹേളിക്കുകയും അയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. പേപ്പൽ അൾത്താര എന്നുകൂടി അറിയപ്പെടുന്ന സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ ഉയർന്ന അൾത്താര ക്രൈസ്തവരുടെ ഏറ്റവും വിശുദ്ധമായ സ്ഥലങ്ങളിൽ ഒന്നാണ്. ഇത് വിശുദ്ധ പത്രോസിന്റെ കല്ലറയുടെ നേരിട്ട് മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. പ്രശസ്ത ഇറ്റാലിയൻ കലാകാരനായ ജിയാൻ ലൊറെൻസോ ബെർണീനിയാണ് ഈ അൾത്താരയും അതിനെ വലയം ചെയ്യുന്ന ബാൽഡക്കിനോയും രൂപകൽപ്പന ചെയ്തത്. ക്രൈസ്തവർ അത്യധികം പരിപൂജിതമായും പാവനമായും തങ്ങളുടെ സമ്പന്ന പൈതൃകത്തിന്റെ ചരിത്ര സ്മാരകമായും ആദരിക്കുന്ന പേപ്പൽ അൾത്താരയിൽ കർത്താവിന്റെ അൾത്താരയും പരിശുദ്ധ കുർബാനയും സഭയുടെ ആദ്യ മാർപ്പാപ്പ വിശുദ്ധ പത്രോസിനെയും തിരുസഭയെയും പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയും അവഹേളിച്ച് അരങ്ങേറിയ ഗൗരവമേറിയ ദൈവനിന്ദയിൽ ആഗോള ക്രൈസ്തവ പ്രതിഷേധം ഇരമ്പുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.